ഈ സമുദായത്തിലെ യുവാക്കളോട് അല്ലാഹുവിന്റെ റസൂല് 3 വരി ദുആ പഠിപ്പിച്ചു തന്നത്. ആ ദുആയ അന്വർത്ഥമാക്കുന്ന ജീവിതവും ചെറുപ്പക്കാരാ നിനക്ക് ആവശ്യമാണ്. ഒരു യുവാവിന്റെ പ്രസരിപ്പുള്ള സമയത്ത് ഈ 3 വരി ദുആയും ആ ദുആയുടെ അർത്ഥതലങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിട്ട് അതിന് വിശാലമാകുന്ന ജീവിതവും ഈ സമുദായത്തിന്റെ യുവതയ്ക്ക് ആവശ്യമെന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് എങ്ങനെയാണ്? ഒന്നാമത്തെ വരി പഠിച്ചോ, ദേവലക്കരെ മുള്ളിക്കാലവുന്ന ചെറുപ്പക്കാരാ, ഇന്നലെ ഇന്നുമായി നിസാറുവാക്കിയുടെ പ്രഭാഷണത്തിന് വന്നിട്ട് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി യുവത്വം മാറ്റാൻ തീരുമാനിക്കുന്ന, അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയിട്ട് പടച്ചോന്നെന്ന ആരോഗ്യത്തെ ചിലവഴിക്കാൻ തീരുമാനിക്കുന്ന ഒരു ജീവിതമാണ് ആണിനും പെണ്ണിനും വരേണ്ടത്. ഇവിടെ നിങ്ങളൊരു പൈസ പോലും തന്നില്ലെങ്കിലും അൽഹംദുലില്ലാഹ് ഖൈറാണ്. പക്ഷേ തന്നാൽ അവർക്ക്, പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും ഓരോ വർഷം ഇതുപോലെ വാതു വെച്ചിട്ട് കൊടുക്കാൻ പറ്റുന്നതാ. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച പ്രാർത്ഥനയിലേക്ക് വരട്ടെ. മഹാനായ ജഅഫർ റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്ന 3 സ്വഭാവ ഗുണങ്ങളാണ്. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്ന 3 സ്വഭാവ ഗുണങ്ങളാണ്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്ന 3 സ്വഭാവ ഗുണങ്ങളാണ്. മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്ന 3 സ്വഭാവ ഗുണങ്ങളാണ്. മഹാന്മാരായ അഹ്ലുസ് സുഫയുടെ കാരുണ്യത്തിന്റെ കരുത്തുറ്റ, പണത്തിനും പദവിക്കും പവറിനും തകർക്കാനാകാത്ത ഈമാനിന്റെ ശക്തിയുള്ള പ്രിയപ്പെട്ട സഹാബത്തിനുണ്ടായിരുന്ന 3 സ്വഭാവ ഗുണങ്ങളാണ്. എന്ന് പറഞ്ഞപ്പോ ബദരീങ്ങളെ, നിങ്ങൾ ഇറങ്ങല്ലേ, നിങ്ങളെ മുഴുവനും കൊന്നെടുക്കാൻ പറ്റുന്ന സർവസജ്ജായുധരായി ഒരു വിഭാഗം ശത്രുക്കൾ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ആ പ്രിയപ്പെട്ട ബദരീങ്ങൾ പറഞ്ഞു, ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ പടച്ചോമതിയല്ലോ, അള്ള നോക്കുമല്ലോ. പട്ടിണി കിടക്കുന്നവരാണെങ്കിലും അള്ള ഇഷ്ടപ്പെട്ട സ്വഭാവങ്ങൾ ഞങ്ങളുടെ കൽവിലുണ്ട്. ആ പ്രധാനപ്പെട്ട ബദരീങ്ങൾക്ക് ഉണ്ടായിരുന്ന 3 സ്വഭാവമാണ് ഉള്ളിക്കാലയിൽ വന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. ഈ പ്രാർത്ഥനയിലൂടെ അല്ലാഹുവിന്റെ റസൂൽ നിനക്ക് പഠിപ്പിച്ചു തരുന്നത് ഒന്നാമത്തെ വരി എന്താ? അല്ലാഹുമ്മ റളിനി ബിഖലാഇക, അല്ലാഹുമ്മ റളിനി ബിഖലാഇക. ഒരു വല്ലാത്ത വരിയാണ്. ആ ജീവിതം ഈ യുവതയ്ക്ക്, ഈ യുവാക്കൾക്ക് ആവശ്യമാണ്. അല്ലാഹുമ്മ റളിനി ബിഖലാഇക, അല്ലാഹുവേ നിന്റെ വിധിയിൽ എനിക്കൊരു തൃപ്തി തരണേ. യുവാക്കൾക്ക് വലിയ പാടാണ് തൃപ്തിപ്പെടാൻ. യുവാക്കൾ ഇങ്ങനെ എടുത്തു ചാടും. അള്ളാന്റെ വിധിയിൽ തൃപ്തിപ്പെടണം, അള്ളാന്റെ വിധിയിൽ പൊരുത്തപ്പെടണം. കടക്കൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിനകത്തൊരു സഹോദരൻ കിടക്കുന്നുണ്ട്. കടക്കൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിനകത്ത് തട്ടിന്റെ പണിക്ക് പോയി, തട്ട ഇളകി മുകളിൽ നിന്ന് താഴേക്ക് വീണ് കഴുത്തൊടിഞ്ഞു പോയ സഹോദരൻ. അപ്പോ ഞാൻ കാണാൻ പോയപ്പോ ആ സഹോദരനോട് ചോദിച്ചു, പിന്നെ ഈ വീട് പണിക്ക് പോയപ്പോ അവരെന്തേലും എന്നെ സഹായിച്ചിരുന്നു? അവരെ വീട്ടിൽ പണിക്ക് പോയപ്പോഴാണല്ലോ വീണത്. ആ സഹോദരൻ പറഞ്ഞു, എന്നെക്കാളും പാവപ്പെട്ട കുടുംബത്തിലെ ഒരു കൂട്ടുകാരന് വേണ്ടി ഞങ്ങളെല്ലാവരും കൂടി സഹായിച്ചിട്ട് പണി ചെയ്യാൻ പോയതാ. അവർക്കൊന്നും ഞങ്ങൾക്ക് ചെയ്തു തരാനുള്ള കഴിവില്ല. ആലോചിച്ച് നോക്കി, കഴുത്തൊടിഞ്ഞു പോയി. ഇപ്പൊ കഴുത്ത് ശരിയായി, പക്ഷെ അന്ന് ഒടിഞ്ഞപ്പോ ശരീരത്തിന്റെ പല ഭാഗത്തും ഞരമ്പുകൾ ക്ഷതം സംഭവിച്ചിട്ട് ഇപ്പൊ ആ ശരീരം മുഴുവൻ തളർന്നുപോയി. അങ്ങനെ എന്നെ വിളിച്ചു പറഞ്ഞത് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ്. എന്തിനാണ് വിളിച്ചു പറഞ്ഞത്? ആ സഹോദരൻ എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കാൻ പറ്റുമോ ഉസ്താദേ, അല്ലെങ്കിൽ നിങ്ങളുടെ ആതുരാലയത്തിലേക്ക് എടുത്തിട്ട് അദ്ദേഹത്തെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഒന്ന് കാണാൻ വേണ്ടി ചെന്നതാണ്. തൽക്കാലം ആ സഹോദരന് വേണ്ടിയിട്ട് ഞങ്ങളൊരു തീരുമാനം എടുത്തു. ആ സഹോദരന് പിന്നെ എഴുന്നേറ്റ് നടന്നു പോകാനൊന്നും കഴിയില്ല. ആ സഹോദരൻ ആകെയുള്ളത് ഒരു പെങ്ങളുണ്ട്. പക്ഷെ പെങ്ങൾക്ക് അള്ളാഹു കൊടുത്തിരിക്കുന്നത് ഊമയാണ്. പെങ്ങൾ സംസാരിക്കൂല, ചെവി കേൾക്കൂല. വലിയ സങ്കടമാണ് സഹോദരൻ. ഓരോരുത്തരുടെ ജീവിതത്തിൽ അള്ളാഹു കൊടുത്തിരിക്കുന്നത് കണ്ടാൽ നമ്മളിപ്പോ ഈ സെക്കൻഡിൽ ലോകത്തെ ഏറ്റവും വലിയ സൗഭാഗ്യവാന്മാരാണ്. നമ്മൾ പിന്നെ ആ സഹോദരന് അസുഖം കുറച്ചൊന്ന് ഭേദമായി അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഇരുന്ന് പോകുന്ന ഒരു വണ്ടിയുണ്ടല്ലോ, ഇരുന്നിട്ട് ഇങ്ങനെ കാല് നടക്കാൻ പോയതാണ്. അള്ളാഹു ചിലപ്പോഴൊക്കെ അങ്ങനെയാണ്, പടച്ചോൻ ചിലപ്പോഴൊക്കെ അങ്ങനെയാണ്. നമ്മൾ ഒരുപാട് നന്മ ചെയ്യുമ്പോൾ അള്ളാഹു നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി വലിയ സങ്കടം നമുക്ക് ഇട്ടുതരും. നമ്മൾ തകർന്നു പോകും. ആ സമയത്ത് നമ്മൾ തകർന്നു പോകും. അള്ളാഹു ഞാൻ ഇത്രയും ചെയ്തിട്ട് എനിക്കിത് വീണ്ടും തരികയാണോ എന്ന് തോന്നാൻ പാടില്ല. അതങ്ങനെ തോന്നരുത്. അള്ളാഹുവിന് നമുക്കിപ്പോ ഉള്ള ഒരവസ്ഥയെ മാറ്റി
ഇതിനേക്കാൾ 100 ഇരട്ടി സന്തോഷം തരാൻ കഴിവുള്ള അവസ്ഥ തരാൻ അള്ളാഹ്ക്ക് കഴിവുണ്ട് എന്ന് നമ്മൾ മറക്കരുത്. ഉറപ്പാണ്. അതുകൊണ്ട് നമ്മൾ ആ വിഷയത്തിൽ തളരരുത്, നമ്മൾ ആ വിഷയത്തിൽ പിന്തിരിയരുത്. എപ്പോഴും ആ വിഷയത്തിൽ അല്ലാഹുമ്മ ദുആ ചെയ്യണം. ഒറ്റവരി അല്ലാഹുമ്മ റളിനി ബിഖളായിക, അല്ലാഹുമ്മ റളിനി ബിഖളായിക, അല്ലാഹുമ്മ റളിനി ബിഖളായിക. പടച്ചവനെ, എന്റെ മുമ്പിൽ നിൽക്കുന്ന ചെറുപ്പക്കാർക്ക് അല്ലാഹു കൊടുക്കുന്ന വിധയിൽ പൊരുത്തപ്പെടാനുള്ള മനസ്സ് കൊടുക്കണേ അല്ലാ, പൊരുത്തപ്പെടാനുള്ള മനസ്സ് കൊടുക്കണേ അല്ലാ. ഇന്ന് ക്യാൻസർ രോഗത്തിന്റെ ക്യാൻസർ രോഗത്തിന്റെ അണുക്കൾ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നത് യുവാക്കളുടെ ശരീരത്തിന്റെ ഞരമ്പുകളാണ് അല്ലാ. അവർക്ക് പൊരുത്തപ്പെടാനുള്ള മനസ്സ് കൊടുക്കണേ അല്ലാ. എന്ത് പരീക്ഷണം വന്നാലും തൃപ്തിപ്പെടാനുള്ള മനസ്സ് കൊടുക്കണേ അല്ലാ. രണ്ടാമത്തെ വരിയാരന്റെ റസൂല് പഠിപ്പിക്കുകയാ, വസുബ്ബിർനീ അലാ ബലായിക, നിന്റെ പരീക്ഷണത്തിൽ ക്ഷമിക്കാനുള്ള മനസ്സ് തരണയല്ല. ചെറുപ്പക്കാരാ, ആവശ്യമാണല്ല പരീക്ഷിക്കും മോനെ. വലനബിലുവന്നക്കും ബിശൈഇൻ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വത്തമറാ ഫബശ്ശിരി സ്സാബിരീൻ. ബിസിനസ് പൊളിച്ചുകൊണ്ട്, കച്ചവടത്തിൽ നിന്റെ തന്ത്രം പാളിച്ചവരുത്തിക്കൊണ്ട്, നിന്റെ വാഹനം അപകടത്തിൽ പെടുത്തിയിട്ട്, നിനക്ക് രോഗം തന്നുകൊണ്ട്, നിന്റെ മക്കളെ മരിപ്പിച്ചുകൊണ്ട്, നിന്റെ ഭാര്യക്ക് അസുഖം തന്നുകൊണ്ട്, നിന്റെ വീട് തകർത്തുകൊണ്ട്, അങ്ങനെ ഒരുപാട് മേഖലകൾ അല്ലാഹു നിനക്ക് പരീക്ഷണം തരുന്നതാ. ഫബശ്ശിരി സ്സാബിരീൻ. ക്ഷമയുള്ളവർക്ക് സന്തോഷം കൊടുക്കുക എന്ന് പറഞ്ഞെങ്കിൽ അവർക്ക് അയ്യൂബ് നബി അലൈഹിസ്സലാം കൊടുക്കുന്ന സ്വർഗത്തിന്റെ ഉന്നതി ലഭിക്കാൻ പറ്റുന്നതാ. അവർക്ക് മഹാന്മാരായ പ്രവാചകന്മാർ കിടക്കുന്ന സ്വർഗത്തിന്റെ ഉല്ലാസം ആസ്വദിക്കാൻ കഴിയുന്നതാ. അതുകൊണ്ട് പറഞ്ഞേ ചെറുപ്പക്കാരാ, വസുബ്ബിർനീ അലാ ബലായിക, വസുബ്ബിർനീ അലാ ബലായിക, വസുബ്ബിർനീ അലാ ബലായിക. പടച്ചവനെ, എന്ത് പരീക്ഷണം തന്നാലും ക്ഷമിക്കാനുള്ള മനസ്സ് തരണയല്ല. മൂന്നാമത്തെ വരിയുണ്ടാ, വഔസിഅനീ ശുക്ര നിഅമാഇക. പടച്ചവനെ, നീ ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാനുള്ള മനസ്സ് തരണയല്ല. അതാവശ്യമാണ് ചെറുപ്പക്കാരാ. അല്ലാഹു തന്ന മസ്ജിദിലേക്ക് കാവലിക്ക് വേണ്ടി ചെലവഴിക്കാറ്, അല്ലാഹു തന്ന സൗന്ദര്യത്തെ അനാവശ്യമായി ചെലവഴിക്കാറ്, അല്ലാഹു തന്ന സമ്പത്തിന് ഹറാമിയത്തിന് വേണ്ടി ചെലവഴിക്കാറ്. ശുക്ര നിഅമാഇക. പടച്ചവനെ, നന്ദിയുള്ളവരാക്കി മാറ്റണമല്ല. ആവശ്യമാണ് ചെറുപ്പക്കാരാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹങ്ങൾ വാരിക്കോരി തരണമെങ്കിൽ ആ പടച്ചതമ്പുരാന് വേണ്ടി തിരിച്ചു നമ്മൾ നന്ദി കാണിക്കണം പൊന്നുമോനെ. അല്ലാഹുവിന് തിരിച്ചു കൊടുക്കണം പൊന്നുമോനെ. അല്ലാഹുവിന് തിരിച്ചറിയണം പൊന്നുമോനെ. അവിടെയാണ് അല്ലാഹു നമുക്ക് ഇരട്ടിക്കിരട്ടിയായി തിരിച്ചു തരിക. എന്ത് ബുദ്ധിമുട്ട് തന്നാലും ക്ഷമിച്ചാൽ അല്ലാഹു നിനക്ക് പകരം തരുന്നതാ. അല്ലാതെ ഇത് കഷ്ടപ്പാടുള്ള പണിയാന്ന് പറഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് മുസല്ല മടക്കിയിട്ട് പിന്നെ പള്ളിയിലേക്ക് വരാറ്, പിന്നെ ഇബാദത്തിലേക്ക് വരാറ് മടങ്ങിപ്പോവല്ല ചെറുപ്പക്കാരാ. ഉഹദ് യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹു സഅദ് റളിയല്ലാഹു അൻഹുവരോട് സംസാരിച്ച ഒരു സംഭാഷണമാണ് പറയാനുള്ളത്. ഈ ദുആ ഒരിക്കൽ കൂടി നിങ്ങൾ പറഞ്ഞു, അല്ലാഹുമ്മ റളിനി ബിഖളായിക. എന്തിനു വെച്ചാലും തൃപ്തി തരണേ അല്ലാ. അല്ലാഹു എന്നോട് ഇങ്ങനെ കാണിച്ചല്ലോ എന്ന് തോന്നൽ വരില്ലേ അല്ലാ. എന്നോട് പടച്ചവരിങ്ങനെ ചെയ്തല്ലോ എന്ന് തോന്നൽ വരില്ലേ അല്ലാ. എന്നാലും എന്നോട് അല്ലാഹു ഇങ്ങനെ കാണിച്ചല്ലോ എന്ന് തോന്നല്ലേ അല്ലാ. ആരൊരു മനസ്സിന്റെ ചെറുപ്പക്കാരുണ്ടാക്കുക. രണ്ടാമത് മുത്തറസൂല് പറഞ്ഞല്ലോ, വസബ്ബിർനിയാണ് വിറ്റത്. എന്നാ സഹോദരൻ പാപ്പരത്തരത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്, കഷ്ടപ്പാടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അറിയപ്പെട്ട ബിസിനസ്സുകാരനും കച്ചവടക്കാരനും ഒക്കെ ആയിരുന്നു. പക്ഷേ ഇന്ന് ഒരുപാട് സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് എത്തുകയാണ്. എന്തേ കാരണമെന്നറിയോ? അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട കുഞ്ഞുമോൾ തിരുവനന്തപുരം ആഫീസിൽ കിടക്കുകയാണ്. ഒരുപാട് ബാധ്യതകളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അല്ലാഹു ഒന്ന് തിരിച്ചു കൊടുക്കാൻ തുടങ്ങിയപ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൊടുത്തിരുന്ന അനുഗ്രഹങ്ങൾ ഓരോന്ന് തിരിച്ചെടുക്കാൻ തുടങ്ങിയപ്പോ നിലയില്ലാത്ത വെള്ളത്തിൽ കിടന്ന് കൈകാലിട്ടിരിക്കുന്ന പോലെ ആ സഹോദരൻ എന്നും ഫോൺ വിളിച്ചു ദുആരക്കണമെന്ന് കണ്ണീരോടെ പറയുകയാണ്. അല്ലാഹു അങ്ങനെയാണ്. ആദ്യം കുറെ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും, പിന്നെ കുറെ തിരിച്ചെടുത്തുകൊണ്ടിരിക്കും. തിരിച്ചെടുക്കാൻ തുടങ്ങിയ പിന്നെ നമ്മൾ പുറകെ ഓടിയിട്ട് കാര്യമില്ല. അതിനു മുമ്പേ ശുക്ര
പടച്ചവരെ, അല്ലാഹുവേ, റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനെ, ഞങ്ങളുടെ ശരീരം, ഞങ്ങളുടെ സമ്പത്ത്, ഞങ്ങളുടെ ആരോഗ്യം അതൊന്നും ഞങ്ങൾ നീ പിരിച്ചെടുക്കല്ല അല്ലാഹ്. ആ തന്നതിനെ അല്ലാഹു പറഞ്ഞ അനുയോജ്യമായ മാർഗത്തിലൂടെ, ആരോഗ്യമാണെങ്കിൽ വിവാദത്തിലൂടെ, ദീനീദഅവത്തിലൂടെ, ദീനീ പ്രവർത്തനത്തിലൂടെ, കാരുണ്യത്തിന്റെ ഹസ്തം നീട്ടി പൊട്ടിക്കരയുന്നവർക്ക് സഹായം ചെയ്യുന്നതിലൂടെ, സമ്പത്താണെങ്കിൽ പാവപ്പെട്ടവർക്ക്, ക്യാൻസർ രോഗികൾക്ക്, ഹോസ്പിറ്റലുകൾക്ക്, സാധുക്കളായ ആരോഗ്യമില്ലാത്തവർക്ക്, യതീമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി, അങ്ങനെ നിരന്തരം സഹായഹസ്തം നീട്ടി പൊട്ടിക്കരയുന്നവർക്ക് വേണ്ടി എന്താണോ അല്ലാഹു തന്നത് അതിനെ നിഅമത്തിനായി കണക്കാക്കി ശുക്രിന് വേണ്ടി വിനിയോഗിക്കുക. അല്ലാഹുവേ, നീ ഭാഗ്യം തരണേ തമ്പുരാനെ, നീ തൗഫീഖ് തരണേ റഹ്മാൻ.